ഹായ് ഓൾ, നമസ്കാരം. എല്ലാവർക്കും പി കെ ലേണിങ്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. സോ നമ്മൾ NDPS ആക്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ IT ആക്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. IT ആക്ടിൻ്റെ രണ്ടാമത്തെ ലെക്ചറാണ് ഈ ഒരു ക്ലാസ്സിൽ എന്ന് പറയുന്നത്. അപ്പോൾ ലെക്ചർ 1 കാണാത്തവർ എന്ത് ചെയ്യുക, ഡെഫിനറ്റ്ലി നിങ്ങൾ ലെക്ചർ 1 കണ്ടതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ലെക്ചർ 2ലേക്ക് വരിക. കാരണം ലെക്ചർ 1 നമ്മൾ IT ആക്ടിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ആ സെക്ഷൻസ് ഏതൊക്കെയാണ്, ആ സെക്ഷൻസിൻ്റെ ബ്രീഫായിട്ടുള്ള ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ലെക്ചർ 1 നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ IT ആക്ട് എന്താണെന്നും ഈ പറഞ്ഞിരിക്കുന്ന സിലബസിലുള്ള സെക്ഷൻസിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഡീപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മൾ പഠിക്കാനായിട്ട് പോവാണ്. കാര്യം നമുക്കൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വന്നാലും ദെൻ അല്ലാതെ കുറച്ച് ഡീപ്പറായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, എഴുതാനായിട്ട് പറ്റണം. സോ അതുകൊണ്ട് നമ്മൾ ഓരോ സെക്ഷൻസും എന്ത് ചെയ്യും, ബാരാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന കൂട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സമയം കളയാതെ നമ്മൾ ക്ലാസ്സിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിലെ സെക്ഷൻസ് എല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. നമ്മൾ 4ആയിട്ടൊക്കെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഓരോ കാറ്റഗറിയിലും ഏതൊക്കെ സെക്ഷൻസ് ആണ് വരുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് IT ആക്ട്? ഓക്കെ, അപ്പോൾ നമുക്ക് IT ആക്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, ജസ്റ്റ് നമുക്കൊന്ന് അറിഞ്ഞിരിക്കണം എന്താണ് IT ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, എന്താണ് IT ആക്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഗവേണൻസിനും അതുകൂടാതെ സൈബർ സ്പേസിൻ്റെ നിയന്ത്രണത്തിനും വേണ്ടിയിട്ട് നിയമപരമായിട്ടുള്ളൊരു ചട്ടക്കൂട് അല്ലെന്നുണ്ടെങ്കിൽ ഫ്രെയിം വർക്ക് നൽകുന്നതിനായിട്ടുള്ള ഒരു നിയമനിർമ്മാണമാണ് എന്തെന്ന് പറയുന്നത്, IT ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം ഈ ഗവേണൻസ് പറഞ്ഞാൽ എന്താ, ഗവൺമെൻറ്റിൻ്റെ സേവനങ്ങളെല്ലാം എന്ത് ചെയ്യുക, ഇലക്ട്രോണിക് ഫോർമാറ്റിൽ നൽകുക എന്നുള്ളതാണ് ഈ ഗവേണൻസിന് സിമ്പിൾ ലെയ്മാൻ ലാംഗ്വേജിൽ പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത്. കാര്യം നമുക്ക് വീട്ടിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻകം സർട്ടിഫിക്കറ്റ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് നമുക്ക് വീട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് ഈ പറയുന്ന ഇലക്ട്രോണിക് മാധ്യമത്തിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ഐ ടിയുടെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഗവൺമെൻറ്റിൻ്റെ സേവനങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു ആസ് എ കസ്റ്റമർ എടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സിമ്പിൾ ലാംഗ്വേജിൽ നമ്മൾ ഈ ഗവേണൻസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഗവേണൻസിനും അതുകൂടാതെ സൈബർ സ്പേസിൻ്റെ റെഗുലേഷൻ അല്ലെങ്കിൽ നിയന്ത്രണം, ഇതിന് വേണ്ടിയിട്ട് എന്ത് വേണം, നമുക്കൊരു നിയമപരമായിട്ടുള്ളൊരു ഫ്രെയിം വർക്ക് അല്ലെങ്കിൽ ചട്ടക്കൂട് നമുക്ക് വേണം. ഇത്തരത്തിൽ ഒരു ലീഗൽ ഫ്രെയിം വർക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള അല്ലെങ്കിൽ കൊണ്ടുവന്നിട്ടുള്ള നിയമനിർമ്മാണമാണ് എന്തെന്ന് പറയുന്നത്, IT ആക്ട് 2000 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങളോട് ആര് ചോദിച്ചാലും എന്താണ് IT ആക്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ്, ഈ ഗവേണൻസ് പിന്നെ അതുകൂടെ സൈബർ സ്പേസ് ആൻഡ് റെഗുലേഷൻ. ഇതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു നിയമമാണ് എന്തെന്ന് പറയുന്നത്, IT ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇനി ആരോ നിങ്ങളോട് IT ആക്ട് എന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് എന്താണ് IT ആക്ട് എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ആ ഒരു നോളജ് നിങ്ങൾക്ക് പായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എന്താണ് IT ആക്ടിൻ്റെ ലക്ഷ്യം, അല്ലെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് IT ആക്ടിൻ്റെ എയിംസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്, ഫെസിലിറ്റേറ്റ് ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻസ്, അതായത് ഇലക്ട്രോണിക് ഇടപാടുകൾ എന്ത് ചെയ്യുക, സുഗമമാക്കുക. പ്രൊമോട്ട് കൊമേഴ്സ് അല്ലേ, കൊമേഴ്സ് എന്ത് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. എൻഷുർ ഡേറ്റ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി അല്ലേ, സ്വകാര്യതയും ഡേറ്റ സുരക്ഷയും എന്ത് ചെയ്യുക, ഉറപ്പാക്കുക. പ്രിവെൻറ്റ് സൈബർ ക്രൈം അല്ലേ, സൈബർ കുറ്റകൃത്യങ്ങൾ തടയുക. ആൻഡ് എസ്റ്റാബ്ലിഷ് എ ലീഗൽ ഫ്രെയിം വർക്ക് ഫോർ ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് ആൻഡ് ഇലക്ട്രോണിക് റെക്കോർഡ്സ് അല്ലേ. അപ്പോൾ ഇലക്ട്രോണിക് റെക്കോർഡ്സിനും ഡിജിറ്റൽ സിഗ്നേച്ചറുകൾക്കുമായിട്ട് എന്ത് ചെയ്യുക, നിയമപരമായിട്ടുള്ളൊരു ചട്ടക്കൂട് സ്ഥാപിക്കുക എന്നീ ലക്ഷ്യങ്ങളാണ് എന്തിനുള്ളത്, IT ആക്ടിന് ഉള്ളത്. ഓക്കെ, അപ്പോൾ IT ആക്ട് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ട്രാൻസാക്ഷനെ ഫെസിലിറ്റേറ്റ് ചെയ്യാനും കൊമേഴ്സിനെ പ്രൊമോട്ട് ചെയ്യാനും ഡേറ്റ സെക്യൂരിറ്റിയും പ്രൈവസിയും എൻഷുർ ചെയ്യാനും സൈബർ ക്രൈമിനെ പ്രിവെൻറ്റ് ചെയ്യാനും അതുകൂടാതെ ഡിജിറ്റൽ സിഗ്നേച്ചർ, ഇലക്ട്രോണിക് റെക്കോർഡ്സ് എന്നിവയ്ക്ക് എന്ത് ചെയ്യുക, ഒരു ലീഗലായിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് IT ആക്ടിൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ എയിം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ IT ആക്ട് എന്താണെന്ന് മനസ്സിലായി, എന്താണ് ഗവേണൻസ് അതുകൂടാതെ സൈബർ സ്പേസ്, ഇവ രണ്ടിൻ്റെയും റെഗുലേഷന് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള നിയമനിർമ്മാണമാണ് IT ആക്ട്. ഇനി IT ആക്ടിൻ്റെ ഡീപ്പറിലേക്ക് ചെല്ലുവാണെങ്കിൽ എന്താണ് IT ആക്ടിൻ്റെ ലക്ഷ്യം ചോദിച്ചു കഴിഞ്ഞാൽ, ഇലക്ട്രോണിക് ഇടപാടുകൾ സുഗമമാക്കുക, കൊമേഴ്സ് പ്രോത്സാഹിപ്പിക്കുക, ദെൻ ഡേറ്റ സുരക്ഷ, സ്വകാര്യത എന്നിവ ഉറപ്പാക്കുക അല്ലെങ്കിൽ എൻഷുർ ചെയ്യുക, ദെൻ സൈബർ കുറ്റകൃത്യങ്ങൾ തടയുക, ദെൻ ഡിജിറ്റൽ സിഗ്നേച്ചർ അതുകൂടാതെ ഇലക്ട്രോണിക് റെക്കോർഡുകളുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യുക, ഒരു നിയമപരമായിട്ടുള്ള ചട്ടക്കൂട് സ്ഥാപിക്കുക എന്നൊക്കെയുള്ളതാണ് IT ആക്ട് 2000 ലക്ഷ്യമെന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, അപ്പോൾ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് IT ആക്ടിൻ്റെ ലക്ഷ്യം എന്നൊക്കെ എന്ത് ചെയ്യാം, പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്ത് ജസ്റ്റ് ഒന്ന് ഓർത്ത്, വളരെ കഷ്ടപ്പെട്ട് പഠിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി ഇതൊക്കെയാണ് ലക്ഷ്യം എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, നമുക്കത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യും, സിമ്പിളായിട്ട് നമുക്കത് കത്തും. ഓക്കെ, ഇനി നമുക്ക് ചോദിക്കാം,
നമ്മുടെ IT ആക്ട് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പാർലമെന്റ് പാസ്സാക്കിയ IT ആക്ട് എന്ന് പറയുന്നത് ഏത് നിയമത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1996 യുണൈറ്റഡ് നേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, മോഡൽ ലോ ഓൺ ഇലക്ട്രോണിക് കൊമേഴ്സ് എന്ന് പറയുന്ന ഒരു മോഡൽ ലോ അല്ലെങ്കിൽ യൂണിസിട്രൽ മോഡൽ എന്ന് പറയുന്ന ഒരു മോഡൽ ലോ എന്ത് ചെയ്തു, ഈ പറയുന്ന ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുവന്നു. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എന്ത് ചെയ്തേക്കുന്നത്, നമ്മുടെ ഗവൺമെൻറ് IT ആക്ട് പാസ്സാക്കിയത്. അതായത് 1996 ആയപ്പോഴത്തേന് എന്ത് സംഭവിച്ചു, നമുക്കറിയാം കംപ്ലീറ്റ് ട്രേഡും കാര്യങ്ങളൊക്കെ നടക്കുന്ന പറഞ്ഞാൽ പേപ്പർ ട്രാൻസാക്ഷൻസ് ആയിരുന്നു പണ്ടല്ലേ, എല്ലാ കാര്യങ്ങളും എഴുത്തും കുത്തൊക്കെ ആയിരുന്നു അല്ലേ. 1996 ഒക്കെ ആയപ്പോൾ എന്ത് ചെയ്തു, കമ്പ്യൂട്ടർ, ഇൻ്റർനെറ്റ് എന്നിവ എന്ത് ചെയ്യാൻ തുടങ്ങി, നമ്മൾ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഉപയോഗം കാരണം എന്ത് ചെയ്തു, ഈ പറയുന്ന പേപ്പർ ട്രാൻസാക്ഷനിൽ നിന്നും നമ്മുടെ ട്രാൻസാക്ഷൻസ് കംപ്ലീറ്റ് എന്തായിട്ട് മാറി, പേപ്പർലെസ് ട്രാൻസാക്ഷൻസ് ആയിട്ട് മാറി അല്ലേ. അപ്പോൾ നമ്മുടെ നോർമൽ നിയമങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, പേപ്പർ ട്രാൻസാക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ പേപ്പർലെസ് ട്രാൻസാക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൃത്യമായിട്ടുള്ള നിയമങ്ങളോ ചട്ടക്കൂടുകളോ ഒന്നുമില്ല. അങ്ങനെ എന്ത് ചെയ്തു, ഈ പറയുന്ന പേപ്പർലെസ് ട്രാൻസാക്ഷൻസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പേപ്പർലെസ് ട്രാൻസാക്ഷൻസ് പ്രോപ്പറായിട്ട് നടത്തപ്പെടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, നമ്മുടെ യുണൈറ്റഡ് നേഷൻ എന്ത് ചെയ്തു, ഒരു മോഡൽ ലോ എന്ത് ചെയ്തു, ലോകത്തിന് മുന്നിലേക്ക് വെച്ചു. അതിനെയാണ് നമ്മൾ യൂണിസിട്രൽ മോഡൽ എന്ന് പറയുന്നത്. ഈ നിയമത്തെ അടിസ്ഥാനപ്പെടുത്തി എന്ത് ചെയ്തു, ലോകത്തെ പല രാജ്യങ്ങളും എന്ത് ചെയ്തു, അവർക്ക് ആവശ്യമായിട്ടുള്ള ഈ പറയുന്ന IT-യുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിയമനിർമ്മാണം അവർ നടത്തി. അപ്പം നമ്മളും എന്ത് ചെയ്തു, ഈ പറയുന്ന യൂണിസിട്രൽ മോഡലിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മളും എന്ത് ഫ്രെയിം ചെയ്ത്, നമ്മുടെ IT ആക്ട് ഫ്രെയിം ചെയ്ത്. ആക്ച്വലി എന്താണ്, ഈ കൊമേഴ്സിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആദ്യമായിട്ട് IT ആക്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത് പരീക്ഷയ്ക്ക് ചോദിക്കാം, ഏത് ലോയിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അല്ലെങ്കിൽ ഏത് നിയമത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മുടെ IT ആക്ട് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1996 യൂണിസിട്രൽ മോഡലിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, IT ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ ആണേ. അപ്പോൾ എന്താണ് IT ആക്ട് നമ്മൾ മനസ്സിലാക്കി, എന്തൊക്കെയാണ് IT ആക്ടിൻ്റെ ലക്ഷ്യങ്ങളെന്ന് നമ്മൾ മനസ്സിലാക്കി. ദെൻ IT ആക്ട് എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻസിൻ്റെ യൂണിസിട്രൽ മോഡലിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണെന്നും നമ്മൾ എന്ത് ചെയ്തു, കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഈ 3 രീതിയിൽ നമ്മുടെ അടുത്ത് എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ ചോദിക്കാം. ഇനി എന്നാണ് നമ്മുടെ IT ആക്ട് ഇനാക്റ്റഡ് ആയത് എന്ന് ചോദിച്ചാൽ എന്നാണ്, 9 ജൂൺ 2000 എന്ത് ചെയ്തേക്കുന്നത്, നമ്മുടെ IT ആക്ട് ഇനാക്റ്റഡ് ആയത്. ഇനാക്റ്റഡ് ആയത് മീൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ പാർലമെൻറ്റിലെ 2 സഭകളും പാസ്സാക്കി അതിനുശേഷം പ്രസിഡന്റ് ഒപ്പുവെച്ച് കഴിയുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഒരു ബില്ല് ഇനാക്റ്റഡ് ആവുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത് പരീക്ഷ ഡയറക്റ്റായിട്ട് ചോദിക്കാം, എന്നാണ് IT ആക്ട് ഇനാക്റ്റഡ് ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാണ്, 9 ജൂൺ 2000 IT ആക്ട് ഇനാക്റ്റഡ് ആയത്. എന്നാണ് IT ആക്ട് എൻഫോഴ്സ്ഡ് ആയെന്ന് ചോദിച്ചാൽ എന്നാണ്, 17 ഒക്ടോബർ 2000 എന്ത് ചെയ്തേക്കുന്നത്, IT ആക്ട് എൻഫോഴ്സ്ഡ് ആയത്. ഓക്കെ, അപ്പം 9 ജൂൺ നമുക്ക് IT ആക്ട് 2000 എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വർഷം 2000 എന്ന് നമുക്ക് മനസ്സിലാവും അല്ലേ. അപ്പോൾ 9 ജൂൺ എന്ന് പറഞ്ഞാൽ 6 ആണല്ലേ. അപ്പോൾ 6 തിരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, 9 എന്ന് കിട്ടും. അപ്പോൾ അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 9 ജൂൺ 2000 എന്ത് ചെയ്തേക്കുന്നത്, IT ആക്ട് ഇനാക്റ്റഡ് ആയത് എന്ന് നമുക്ക് പറയാനായിട്ട് നമുക്ക് പറ്റും. അന്ന് ഇനാക്റ്റഡ് ആയെങ്കിലും എന്ത് ചെയ്തു, എൻഫോഴ്സ്ഡ് ആയത് അല്ലെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ പ്രാബല്യത്തിൽ വരുന്ന എന്നാണ്, 17 ഒക്ടോബർ 2000 IT ആക്ടിൽ പറഞ്ഞിരിക്കുന്ന പ്രൊവിഷൻസ് ഒക്കെ എന്ത് ചെയ്യുന്ന പ്രാബല്യത്തിൽ വരുന്നത്. ഓക്കെ, ഇനി എന്ത് ചെയ്തു, 2008 IT ആക്ട് എന്ത് ചെയ്യപ്പെട്ടു, അമെൻഡ് ചെയ്യപ്പെട്ടു. അപ്പോൾ അതും നമ്മോട് ചോദിക്കാം, എപ്പോഴാണ് IT ആക്ട് അമെൻഡ് ചെയ്തതെന്ന് ചോദിച്ചാൽ എന്നാണ്, 2008 IT ആക്ട് അമെൻഡ് ചെയ്തത്. ഈ അമെൻമെൻറ്റിലെ പ്രൊവിഷൻസ് ഒക്കെ എന്നാണ് എൻഫോഴ്സ്ഡ് ആയെന്ന് ചോദിച്ചാൽ എന്നാണ്, 27 ഒക്ടോബർ 2009 ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എൻഫോഴ്സ്ഡ് ആയത്. ഓക്കെ അല്ലേ, പക്കാ ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്, യുണൈറ്റഡ് നേഷൻസിൻ്റെ യൂണിസിട്രൽ മോഡലിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്, IT ആക്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ദെൻ IT ആക്ട് ഇനാക്റ്റഡ് ആയെന്ന് പറയുന്നത് 9 ജൂൺ 2000 അത് പ്രാബല്യത്തിൽ വരുന്നത് 17 ഒക്ടോബർ 2000 പ്രാബല്യത്തിൽ വരുന്നത്. 2008 എന്ത് ചെയ്യപ്പെട്ടു, ഈ IT ആക്ട് അമെൻഡ് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ ഭേദഗതി ചെയ്യപ്പെട്ടു. എന്നാണ് ഈ ഭേദഗതി പ്രാബല്യത്തിൽ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 27 ഒക്ടോബർ 2009 ഈ ഭേദഗതി പ്രാബല്യത്തിൽ വന്നു. ഞാൻ ഈ പറഞ്ഞ 3 ഡേറ്റ്സും എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷകൾ എന്ത് ചെയ്തിട്ടുണ്ട്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള വർഷവും ഡേറ്റും തന്നെയാണ് ഈ പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഒരിക്കൽ PSC എക്സാമിന് പരീക്ഷയ്ക്ക് ചോദിച്ചു, IT ആക്ട് അമെൻമെൻറ്റ് എന്നാണ് ഇനാക്റ്റഡ് ആയതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് വർഷം ഓർത്ത് വെച്ചേക്കണം, 2008 എന്ത് ചെയ്തേക്കുന്നത്, IT ആക്ട് അമെൻമെൻറ്റ് ഇനാക്റ്റഡ് ആയത്. എന്നാൽ അതിൽ പറഞ്ഞിരിക്കുന്ന പ്രൊവിഷൻസ് പ്രാബല്യത്തിൽ വന്ന വർഷം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്, 2009 പ്രാബല്യത്തിൽ വന്ന വർഷം എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ പല ആൾക്കാരും എന്ത് ചെയ്തു, നമ്മൾ പഠിച്ചേക്കുന്ന 27 ഒക്ടോബർ 2009 പഠിച്ചേക്കുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ബേസിസിൽ നമ്മൾ എന്ത് കുത്തി, 2009 എന്ന് കുത്തി. അപ്പോൾ ഇനാക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ നിയമമായത് എന്നാണെന്ന് ചോദിച്ചാൽ എന്നാണ്, 2008 ദെൻ അത് പ്രാബല്യത്തിൽ വരുന്ന എന്നാണ്, 2009 എന്നാൽ
ആദ്യമായിട്ട് ഐ ടി ആക്ട് ഇനാക്റ്റഡ് ആവുന്നത് 2000 തന്നെയാണ്, എൻഫോഴ്സ്ഡ് ആവുന്നത് എപ്പോൾ തന്നെയാണ് 2000 തന്നെയാണ്. അമെൻമെൻറ്റിൽ മാത്രമാണ് ഈ പറഞ്ഞൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെയാണ്. അപ്പം 9 ജൂൺ 2000, 17 ഒക്ടോബർ 2008, ദെൻ 27 ഒക്ടോബർ 2009. ഓക്കെ അല്ലേ? അത് ഓർക്കാൻ എളുപ്പമാണല്ലോ. 9 ജൂൺ 2000, 17 ഒക്ടോബർ അല്ലേ, 17 ഒക്ടോബർ 2000, അതേ 17 തന്നെയാണ്, ഒക്ടോബർ തന്നെയാണല്ലേ, 27 ഒക്ടോബർ 2009 എന്ത് ചെയ്തേക്കുന്നത്, ഐ ടി ആക്ട് അമെൻഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ കാര്യങ്ങൾ പറഞ്ഞു, എന്താണ് ഐ ടി ആക്ട് എന്ന് നമ്മൾ പറഞ്ഞു, ഐ ടി ആക്ടിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, പിന്നെ അതിനുശേഷം ഐ ടി ആക്ട് യൂണിസെട്രൽ മോഡലിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണെന്നും ദെൻ ആദ്യമായിട്ട് ഇനാക്റ്റഡ് ആവുന്നത് 9 ജൂൺ 2000 പ്രാബല്യത്തിൽ വരുന്നത് 17 ഒക്ടോബർ 2000 അമെൻഡ് ചെയ്യപ്പെട്ടത് 27 ഒക്ടോബർ 2009 നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ മനസ്സിലാക്കി. ഇത്രയും കാര്യങ്ങൾ സെറ്റാണെന്ന് വിചാരിക്കുന്നു. ഇവിടുന്ന് എന്ത് ചെയ്യും, ചിലപ്പോൾ നമുക്ക് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം, ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കണം. ഓക്കെ, ഇനി ഐ ടി ആക്ടിൽ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ എത്രയാണ്, 14 ചാപ്റ്റേഴ്സാണ് ഐ ടി ആക്ടിലുള്ളത്. എത്ര സെക്ഷൻസ് ചോദിച്ചാൽ എത്രയാണ്, 124 സെക്ഷൻസ് ആണ് ഉള്ളത്. എത്ര ഷെഡ്യൂൾ ഉണ്ടെന്ന് ചോദിച്ചാൽ എത്രയാണ്, 2 ഷെഡ്യൂളാണ് ഐ ടി ആക്ടിൽ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഐ ടി ആക്ടിൽ ആകെ മൊത്തം 14 ചാപ്റ്റേഴ്സ്, 124 സെക്ഷൻസും 2 ഷെഡ്യൂൾസുമാണ് ഐ ടി ആക്ടിലുള്ളത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, നമ്മുടെ ഒരു 50% ചാൻസ് കൊണ്ട് ചോദിക്കാനായിട്ട്. കാര്യം ഞാനൊരു 80% പ്ലസ് ഞാൻ കൊടുക്കില്ല. കാര്യം എന്താണ്, ഇപ്പം അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നത് എന്ത് ചെയ്തിട്ടുണ്ട്, പി എസ് സി കുറച്ചിട്ടുണ്ട്. എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്, എത്ര സെക്ഷൻസ് ഉണ്ട്, എത്ര ഷെഡ്യൂൾസ് ഉണ്ടെന്നുള്ളത്. എന്നാലും എന്ത് ചെയ്യാം, പി എസ് സി ആണ്, അൺപ്രഡിക്റ്റബിൾ ആണ്. സോ എന്ത് ചെയ്യാം, നമ്മുടെ അടുത്ത് ചോദിക്കാം. അപ്പോൾ 14 ചാപ്റ്റേഴ്സും 124 സെക്ഷൻസും 2 ഷെഡ്യൂൾസും അടങ്ങുന്നതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഐ ടി ആക്ട് എന്ന് പറയുന്നത്. ദെൻ ഒരിക്കൽ പി എസ് സിക്ക് ചോദിച്ചിട്ടുണ്ട്, സൈബർ നിയമങ്ങൾ ആദ്യമായിട്ട് എൻഫോഴ്സ് ചെയ്ത ആദ്യത്തെ ഏഷ്യൻ കൺട്രി ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്, നോ ഡൗട്ട്സ് ഏതാണ്, സിംഗപ്പൂരാണ്. അപ്പോൾ സിംഗപ്പൂരാണ് എന്ത് ചെയ്തേക്കുന്നത്, സൈബർ ലോസ് എൻഫോഴ്സ് ചെയ്തേക്കുന്ന ആദ്യത്തെ ഏഷ്യൻ കൺട്രി എന്ന് പറയുന്നത് ഏതാണ്, സിംഗപ്പൂരാണ് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ ഐ ടി ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇത്രയും ബേസിക് കാര്യങ്ങൾ നമ്മൾ എന്തിരിക്കണം, ബെയർ മിനിമം നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് ഐ ടി ആക്ട്, ഐ ടി ആക്ടിൻ്റെ ലക്ഷ്യങ്ങൾ അറിഞ്ഞിരിക്കണം. ദെൻ ഐ ടി ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബേസിക് ഫണ്ടമെന്റൽസ്, ദാറ്റ് മീൻസ് യൂണിസെട്രൽ മോഡലിനെ അടിസ്ഥാനപ്പെടുത്തി ുള്ളതാണ്. ഇതിനെന്താണ് 9 ജൂൺ 2000 എനാക്റ്റഡ് ആയി, 17 ഒക്ടോബർ 2000 എന്ത് ചെയ്തു, പ്രാബല്യത്തിൽ വരുന്നു. 2008 അമെൻഡ് ചെയ്തു. 2009 ഒക്ടോബർ 27 എന്ത് ചെയ്യുന്നു, എഗെയിൻ പ്രാബല്യത്തിൽ വരുന്നു. 124 സെക്ഷൻസും 14 ചാപ്റ്റേഴ്സും 2 ഷെഡ്യൂൾസുമാണ് ഉള്ളത്. ദെൻ ആദ്യമായിട്ട് സൈബർ നിയമം പാസ്സാക്കുന്ന ഏഷ്യൻ കൺട്രി എന്ന് പറഞ്ഞാൽ ഏതാണ്, സിംഗപ്പൂരാണ് എന്നുള്ള കാര്യവും എന്ത് ചെയ്യണം, നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സെറ്റാണ് എന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ പറഞ്ഞു നമുക്ക് 4 കാറ്റഗറീസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് കാറ്റഗറി വരുന്ന സെക്ഷൻസ് ആണ് ഏതൊക്കെയെന്ന് പറയുന്നത്, സെക്ഷൻ 43, സെക്ഷൻ 43A, അതുകൂടാതെ എന്താണ്, സെക്ഷൻ 65. ഇത്രയും സെക്ഷൻസ് ആണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ആദ്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. ഓക്കെ അല്ലേ, ക്ലിയർ ആണോ, മനസ്സിലായോ, പക്ക ഓക്കെ, ഇത്രയും കാര്യങ്ങൾ സെറ്റല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആദ്യത്തെ സെക്ഷൻ നമുക്ക് പഠിക്കാം, സെക്ഷൻ 43. ഓക്കെ, അപ്പോൾ ഏതൊരു സെക്ഷൻ പഠിക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ആദ്യമേ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് മനസ്സിലാക്കി വെക്കണം. എന്താണ് ആ സെക്ഷനിൽ പറയുന്നത് എന്നുള്ളത് ബെയർ മിനിമം നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ഓക്കെ, അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. എന്താണ് സെക്ഷൻ 43 പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും, എന്താണ്, കമ്പ്യൂട്ടറിനോ കമ്പ്യൂട്ടർ സിസ്റ്റത്തിനോ കേടുപാടുകൾ വരുത്തിയാലുള്ള പിഴ അല്ലെങ്കിൽ നഷ്ടപരിഹാരം സംബന്ധിച്ച വ്യവസ്ഥകൾ പ്രതിപാദിക്കുന്ന വകുപ്പാണ് ഏതെന്ന് പറയുന്നത്, സെക്ഷൻ 43 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് സെക്ഷൻ 43 ചോദിച്ചാൽ, കമ്പ്യൂട്ടറിനോ കമ്പ്യൂട്ടർ സിസ്റ്റത്തിനോ കേടുപാട് വരുത്തി കഴിഞ്ഞാലുള്ള പിഴ അല്ലെന്നുണ്ടെങ്കിൽ കോമ്പൻസേഷൻ അല്ലെങ്കിൽ നഷ്ടപരിഹാരത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്, സെക്ഷൻ 43 ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെ വരും, കമ്പ്യൂട്ടറിനോ കമ്പ്യൂട്ടർ സിസ്റ്റത്തിനോ കേടുപാടുകൾ വരുത്തിയാൽ പിഴയോ നഷ്ടപരിഹാരമോ ഉണ്ടായിരിക്കും എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏത് അല്ലെങ്കിൽ സെക്ഷൻ ഏത് എന്ന് ചോദിച്ചാൽ എന്താണ്, സിമ്പിൾ ഉത്തരം ഏതാണ്, ഐ ടി ആക്ടിലെ സെക്ഷൻ 43 എന്ത് പറയുന്നത്, കമ്പ്യൂട്ടറിനോ കമ്പ്യൂട്ടർ സിസ്റ്റത്തിനോ ഡാമേജ് ഉണ്ടാക്കിയാലുള്ള പിഴ അല്ലെങ്കിൽ നഷ്ടപരിഹാരത്തെക്കുറിച്ച് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് സെക്ഷൻ 43 എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പം നിങ്ങൾക്ക് പിടിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന സെക്ഷൻ 43 എന്ത് ചെയ്യാം, കുറച്ചും കൂടെ ആഴങ്ങളിലേക്ക് എന്ത് ചെയ്യാം, നമുക്ക് അങ്ങോട്ട് പോവാം. കാര്യം നമുക്ക് എന്ത് വേണം, ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു പരുവത്തിലേക്ക് നിങ്ങളായിട്ടുണ്ട്. സെക്ഷൻ 43 ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പം നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം,
എന്താണ് സെക്ഷൻ 43 പറയുന്നത്? ഞാൻ ഇംഗ്ലീഷിൽ കൊടുത്തേക്കുന്ന ബെയർ ആക്ട് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ആ ഒരു നിയമസംഹിതയ്ക്കകത്ത് എന്ത് ലാംഗ്വേജ് ആണോ ഉപയോഗിച്ചിരിക്കുന്നത് അതേ ലാംഗ്വേജ് ആണ് എന്ത് ചെയ്തേക്കുന്നത് ഞാൻ മുകളിൽ കൊടുത്തേക്കുന്നത്. അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ ആണ് എന്ത് ചെയ്തേക്കുന്നത് താഴെ കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം CPO പരീക്ഷയ്ക്ക് നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻസ് മലയാളത്തിലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, മലയാളത്തിലും കാര്യങ്ങളൊന്നും എന്ത് ചെയ്തേക്കണം മനസ്സിലാക്കി വെച്ചേക്കണം. കാര്യം നമുക്ക് പഠിക്കാൻ എളുപ്പം ഇംഗ്ലീഷിലാണ്. കാര്യം ബെയർ ആക്ട് ഒക്കെ ഇംഗ്ലീഷിലായതുകൊണ്ട് കാര്യം അതിൻ്റെ എന്തില്ല, ഒരു പ്രോപ്പർ മലയാളം ട്രാൻസ്ലേഷൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇംഗ്ലീഷും മലയാളവും നമ്മൾ എന്ത് ചെയ്യുന്നു ഒരുമിച്ച് നമ്മൾ പഠിച്ചു പോകുന്നു. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് അങ്ങോട്ട് എഴുതാനായിട്ട് നമുക്ക് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ സെക്ഷൻ 43 എന്താണ് പ്രിസൈസ്ലി പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഏതെങ്കിലും ഒരു വ്യക്തി കമ്പ്യൂട്ടറിൻ്റെയോ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെയോ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെയോ ഉടമയുടെയോ അല്ലെങ്കിൽ അതിൻ്റെ ചുമതലയുള്ള മറ്റേതെങ്കിലും വ്യക്തിയുടെ അനുമതിയില്ലാതെ ഇനി പറയുന്ന ഏതെങ്കിലും പ്രവർത്തനങ്ങൾ നടത്തുമെങ്കിൽ ബാധിക്കപ്പെട്ട വ്യക്തിക്ക് നഷ്ടപരിഹാരം നൽകാൻ ബാധ്യസ്ഥനായിരിക്കും എന്നുള്ള കാര്യമാണ് സെക്ഷൻ 43 പറയുന്നത്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 43 എന്താ പറയുന്നത്, ഒരു കമ്പ്യൂട്ടറിൻ്റെയോ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്കിൻ്റെയോ ഓണർ അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള മറ്റേതെങ്കിലും വ്യക്തിയുടെ അനുമതിയില്ലാതെ എന്ത് ചെയ്യുന്നു, ഇനി അങ്ങോട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ കാര്യങ്ങളിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയും അതിൻ്റെ ഫലമായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഡാമേജ് സംഭവിക്കുവാണ് അല്ലെങ്കിൽ അത് കാരണം വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ലയബിലിറ്റീസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള വ്യക്തികൾക്ക് നഷ്ടപരിഹാരം നൽകാനായിട്ട് ഈ ഡാമേജ് ഉണ്ടാക്കിയ ആൾ ബാധ്യസ്ഥനായിരിക്കും എന്നുള്ള കാര്യമാണ് എവിടെ പറയുന്നത്, സെക്ഷൻ 43 പറയുന്നത്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 43 പറയുന്ന കാര്യം എന്താണ്, സിമ്പിളായിട്ട് ചോദിച്ചാൽ എന്താണ്, കമ്പ്യൂട്ടറിനോ കമ്പ്യൂട്ടർ സിസ്റ്റത്തിനോ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനോ കേടുപാടുകൾ വരുത്തിയാലുള്ള കോമ്പൻസേഷൻ അല്ലെങ്കിൽ പെനാലിറ്റിയെക്കുറിച്ച് പറയുന്നു. ഇനി കുറച്ചുകൂടി ഡീപ്പറിലേക്ക് ചെല്ലുമ്പോൾ എന്താണ്, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പെർമിഷൻ ഇല്ലാതെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഓണർഷിപ്പിലുള്ള അല്ലെങ്കിൽ ആ വ്യക്തി കൺട്രോൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സിസ്റ്റം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന് നമ്മൾ കേടുപാടുകൾ വരുത്തുവാണെന്നുണ്ടെങ്കിൽ അത് കാരണം ഏതെങ്കിലും വ്യക്തിക്ക് എന്തെങ്കിലും ബാധ്യത ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആ ബാധിക്കപ്പെട്ട വ്യക്തിക്ക് എന്തായിരിക്കും, നഷ്ടപരിഹാരം നൽകാൻ ബാധ്യസ്ഥനായിരിക്കും എന്നുള്ള കാര്യമാണ് എവിടെ പറയുന്നത്, സെക്ഷൻ 43 പറയുന്നത്. ഓക്കെ, അപ്പോൾ ജനറലായിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു കാര്യം ചോദിക്കാം. ഒരു വ്യക്തിയുടെ ഓണർഷിപ്പിലുള്ള അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ കൺട്രോളിലുള്ള കമ്പ്യൂട്ടർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് ഡാമേജ് ഉണ്ടാക്കിയാലുള്ള കോമ്പൻസേഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ് എന്ന് ചോദിച്ചാൽ ഒരു സംശയവും വേണ്ട, ഏത് തന്നെയാണ്, സെക്ഷൻ 43 തന്നെയാണ്. ഓക്കെ അല്ലേ, ക്ലിയർ ആണോ, മനസ്സിലായോ, പക്കാ ഓക്കെ? അപ്പോൾ നോക്കിക്കേ, ഞാൻ പറയുന്നു താഴെ പറയുന്ന ഏതെങ്കിലും പ്രവൃത്തി കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ആക്ടിൽ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ പ്രവൃത്തി ചെയ്യുമ്പോഴാണ് ആ പ്രവൃത്തി കാരണം ഡാമേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനുള്ള കോമ്പൻസേഷൻ കൊടുക്കേണ്ടത് എന്ത് ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട് നമ്മുടെ ബെയർ ആക്ടിൽ പറയുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സിസ്റ്റം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ റിസോഴ്സ് എന്നിവയിലേക്ക് എന്ത് ചെയ്യുന്നു, പ്രവേശിക്കുകയോ പ്രവേശനം നേടുകയോ ചെയ്യുന്നു. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്താണ്, അൺഓതറൈസ്ഡ് ആക്സസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരു കമ്പ്യൂട്ടറിലേക്കോ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്കോ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലേക്കോ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ഓണറുടെ പെർമിഷൻ ഇല്ലാതെയോ അല്ലെങ്കിൽ അതിൻ്റെ കൺട്രോളിങ് ഏജൻറ്റ് ആരാണോ അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്ന വ്യക്തി ആരാണോ അല്ലെങ്കിൽ അതിന് ലയബിളായിട്ടുള്ള വ്യക്തി ആരാണോ അയാളുടെ അനുമതി ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യുന്നു, അൺഓതറൈസ്ഡ് ആയിട്ട് നമ്മൾ പ്രവേശിക്കുന്നു അല്ലെങ്കിൽ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള എന്ത് ചെയ്യുന്നു, ആക്സസ് സെക്യൂർ ചെയ്യുന്നു. അതിനുള്ള പെനാലിറ്റി എന്താണ് എന്ന് പറയുന്നത് എവിടെയാണ്, സെക്ഷൻ 43 ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ആ ഒരു കീവേഡ് ഓർത്തിരിക്കാം, അൺഓതറൈസ്ഡ് ആക്സസ്. എവിടേക്ക്, കമ്പ്യൂട്ടറിലേക്കോ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്കോ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലേക്കോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ റിസോഴ്സിലേക്കോ എന്ത് ചെയ്യുന്നു, അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്സസ് നടത്തി കഴിഞ്ഞാൽ അത് കാരണം എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചാൽ ആ ഡാമേജിന് കോമ്പൻസേഷൻ കൊടുക്കാനായിട്ട് ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നു, പ്രവേശിക്കുന്ന അല്ലെങ്കിൽ പ്രവേശനം നേടുന്ന ആൾ എന്തായിരിക്കും, ലയബിൾ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. എവിടെ, സെക്ഷൻ 43 ഒന്നാമതായിട്ട്. ഓക്കെ ആണേ, അപ്പോൾ കീവേഡ് എന്താണ്, അൺഓതറൈസ്ഡ് ആക്സസ് എന്നുള്ള കീവേഡ് ഓർത്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് സെക്ഷൻ 43 പറഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ കാര്യം, അൺഓതറൈസ്ഡ് ആക്സസ് നടത്തി കഴിഞ്ഞാൽ ഡാമേജ് ഉണ്ടാക്കിയാൽ പെനാൽറ്റി അല്ലെങ്കിൽ കോമ്പൻസേഷൻ ഉറപ്പാണ്. ഓക്കെ, ഇനി രണ്ടാമത് പറയുന്ന കാര്യം എന്താ, downloads, copies or extracts any data,
computer database or information from such computer system, computer network, including information or data held or stored in any removable storage medium. അതായത് എന്താണ്, നമ്മൾ ആദ്യം പറഞ്ഞ കീവേഡ് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്സസ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കമ്പ്യൂട്ടറിലേക്കുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരൻ്റെ കമ്പ്യൂട്ടറിൽ എന്തുണ്ട്, കുറേ ഡേറ്റാസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ യൂസർ നെയിം പാസ്വേഡ് നിങ്ങൾക്ക് അറിയത്തില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഏതെങ്കിലും രീതിയിൽ എന്ത് ചെയ്യുന്നു, യൂസർ നെയിം പാസ്വേഡും എടുക്കുന്നു. ആ യൂസർ നെയിം പാസ്വേഡും അടിച്ചു കയറി കഴിഞ്ഞാൽ അതെന്താണ്, അൺഓതറൈസ്ഡ് ആക്സസ് ആണ്, അവൻ്റെ പെർമിഷൻ ഇല്ലെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾ അടിച്ചു കയറി അതിനുശേഷം എന്ത് ചെയ്യുന്നു, അവൻ്റെ കമ്പ്യൂട്ടറിലുള്ള ഡേറ്റാസ് നിങ്ങൾ എന്ത് ചെയ്യണം, ഡൗൺലോഡ് ചെയ്തെടുക്കുന്നു, അല്ലെങ്കിൽ അത് ഒരു പെൻഡ്രൈവിലേക്ക് കോപ്പി ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫർമേഷൻസ് എന്ത് ചെയ്യുന്നു, നമ്മൾ അതിൽ നിന്ന് എടുക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് കാരണം എന്തെങ്കിലും ഡാമേജ് ഉണ്ടായാലും അവിടെയും എന്തിന് ലയബിളായിരിക്കും, കോമ്പൻസേഷൻ ലയബിളായിരിക്കും എന്നുള്ള കാര്യമാണ് എവിടെ പറയുന്നത്, രണ്ടാമതായിട്ട് സെക്ഷൻ 43 പറയുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ സെക്ഷൻ 43 പറയുന്ന ഒന്നാമത്തെ കാര്യം എന്താ, അൺഓതറൈസ്ഡ് ആക്സസ് കാരണം ഡാമേജ് ഉണ്ടാവുകയാണെങ്കിൽ കോമ്പൻസേഷൻ ലയബിളായിരിക്കും, സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ, ലെയ്മാൻ ലാംഗ്വേജിൽ പറയുവാണെങ്കിൽ. തന്നെ രണ്ടാമത് എന്താണ്, രണ്ടാമത് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എന്താ, അൺഓതറൈസ്ഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡേറ്റാസ് എന്ത് ചെയ്യുന്നു, എടുക്കുന്നു. ഓക്കെ, അപ്പോൾ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഡേറ്റ ഡൗൺലോഡിങ്, കോപ്പി, എക്സ്ട്രാക്ട്സ്, അല്ലെങ്കിൽ അൺഓതറൈസ്ഡ് ഡേറ്റ ഹാൻഡ്ലിംഗ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാനായിട്ട് പറ്റും. ഓക്കെ, അൺഓതറൈസ്ഡ് ഡേറ്റ ഹാൻഡ്ലിങ് എന്ത് ചെയ്യുന്നു, അൺഓതറൈസ്ഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡേറ്റാസ് നമ്മൾ കൈകാര്യം ചെയ്യുന്നു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള കോമ്പൻസേഷൻ, അല്ലെങ്കിൽ അത് കാരണം ഡാമേജ് ഉണ്ടായി കഴിഞ്ഞാൽ അതിനും കോമ്പൻസേഷൻ ലയബിൾ ആയിരിക്കും എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. ആദ്യമേ അൺഓതറൈസ്ഡ് ആക്സസ്, രണ്ടാമതാണ് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഡേറ്റ ഹാൻഡ്ലിംഗ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിളായിട്ട് നമുക്ക് ആ ഒരു കീവേഡ് വെച്ച് നമുക്ക് ഓർക്കാൻ വരും. അപ്പോൾ ഡേറ്റ ഹാൻഡ്ലിംഗ് എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെ വരും, ഡൗൺലോഡിങ് വരും, കോപ്പിയിങ് വരും, എക്സ്ട്രാക്റ്റിംഗ് വരും, എല്ലാം വരും. ഓക്കെ, അതെല്ലാം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് കാരണം ഡാമേജ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ചെയ്യുന്നത് എന്താണ്, ഓണറുടെയോ അല്ലെങ്കിൽ അതിന് ലയബിളായിട്ടുള്ള അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുന്ന വ്യക്തിയുടെ പെർമിഷൻ ഇല്ലാതെ ചെയ്യുകയും അത് കാരണം എന്തെങ്കിലും ഡാമേജിലേക്ക് എത്തുവാണെന്നുണ്ടെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള കോമ്പൻസേഷൻ കൊടുക്കാനായിട്ട് ബാധ്യസ്ഥരാണ് എന്നാണ് രണ്ടാമതായിട്ട് പറയുന്ന കാര്യമെന്ന് പറയുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ കാര്യം എന്താ പറയുന്നത്, ഈ പറയുന്ന ഓണറുടെയോ അല്ലെങ്കിൽ കൺട്രോളിങ് ചെയ്യുന്ന വ്യക്തിയുടെ പെർമിഷൻ ഇല്ലാതെ എന്ത് ചെയ്യുന്നു, ഒരു കമ്പ്യൂട്ടറിലേക്കോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലേക്കോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്കോ എന്ത് ചെയ്യുന്നു, കമ്പ്യൂട്ടർ കണ്ടാമിനൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വൈറസുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണ്, ആ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കാരണം എന്തെങ്കിലും ഡാമേജ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, ആ ഒരു ഇൻട്രൊഡക്ഷൻ കൊണ്ട് എന്തെങ്കിലും ഡാമേജ് ഉണ്ടാവുകയാണെങ്കിൽ അതിന് കോമ്പൻസേഷൻ ലയബിൾ ആണ് എന്ന് പറയുന്ന സെക്ഷൻ ഏതാണ് എന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്, സെക്ഷൻ 43 തന്നെയാണ്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 43 ഡയറക്റ്റ് എന്താണെന്ന് ചോദിക്കാം, അതിലെ കണ്ടന്റിനെ ബേസ് എന്ത് ചെയ്യാൻ നമുക്ക് ക്വസ്റ്റ്യൻ വരാം അല്ലേ. കണ്ടന്റ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ, അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കാരണം ഉണ്ടാകുന്ന ഡാമേജിന് കോമ്പൻസേഷൻ കൊടുക്കണം എന്ന് പറയുന്ന വകുപ്പ് ഏതാണ്, വകുപ്പ് 43 ആണ്. ഇനി അൺഓതറൈസ്ഡ് ആയിട്ട് ഡേറ്റ ഹാൻഡിൽ ചെയ്യുന്നു, ഓക്കെ, അത് കാരണം ഡാമേജ് ഉണ്ടാവുകയാണെങ്കിൽ അതിന് കോമ്പൻസേഷൻ കൊടുക്കണം എന്ന് പറയുന്ന വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്, വകുപ്പ് 43 ആണ്. ഇനി എന്ത് ചെയ്യുന്നു, കമ്പ്യൂട്ടറിലേക്ക് എന്ത് ചെയ്യുന്നു, കമ്പ്യൂട്ടർ കണ്ടാമിനൻറ്റോ കമ്പ്യൂട്ടർ വൈറസോ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിനുള്ള പെനാൽറ്റിയെ കുറിച്ച് പറയുന്ന വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അതിനുള്ള കോമ്പൻസേഷനെ കുറിച്ച് പറയുന്ന വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്, ഈ പറയുന്ന സെക്ഷൻ 43 തന്നെയാണ്. ഓക്കെ, ഇനി പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ സെക്ഷനിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് എന്താണ് കമ്പ്യൂട്ടർ കണ്ടാമിനൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് പ്രത്യേകിച്ച് മലയാളം വാക്കൊന്നുമില്ല, കമ്പ്യൂട്ടർ കണ്ടാമിനൻ്റ് തന്നെയാണ് എന്ത് ചെയ്യുന്ന പരീക്ഷയ്ക്ക് ചോദിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് കമ്പ്യൂട്ടർ കണ്ടാമിനൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സിസ്റ്റം അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഡേറ്റ അല്ലെങ്കിൽ പ്രോഗ്രാം പരിഷ്കരിക്കാൻ, നശിപ്പിക്കാൻ, രേഖപ്പെടുത്താൻ, കൈമാറാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഏതെങ്കിലും കമ്പ്യൂട്ടർ നിർദ്ദേശങ്ങളുടെ സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കമ്പ്യൂട്ടർ കണ്ടാമിനൻ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത്, കമ്പ്യൂട്ടറിനകത്തുള്ള ഡേറ്റാസ് എന്ത് ചെയ്യുന്നു, പരിഷ്കരിക്കാൻ, ദാറ്റ് മീൻസ് എന്താണ്, ഈ പറയുന്ന കൂട്ട് ഡൗൺലോഡ് ചെയ്യാൻ, അല്ലെങ്കിൽ എന്താണ്, കോപ്പി ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ എന്താണ്, ഇത്തരത്തിലുള്ള ഡേറ്റ ഹാൻഡ്ലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്താണ്, ഒരു ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ പറയുന്ന കമ്പ്യൂട്ടർ കണ്ടാമിനൻ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ടറിനകത്തുള്ള ഡേറ്റാസ് മോഡിഫൈ ചെയ്യാനോ ഡിസ്ട്രോയ് ചെയ്യാനോ റെക്കോർഡ് ചെയ്യാനോ ട്രാൻസ്മിറ്റ് ചെയ്യാനോ എന്ത് ചെയ്യുന്നു, നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സിസ്റ്റത്തിനകത്ത് റിസൈഡ് ചെയ്യുന്ന സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കമ്പ്യൂട്ടർ കണ്ടാമിനൻ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്ത് പറയാൻ പറ്റും, ഒരു കമ്പ്യൂട്ടറിൻ്റെ സാധാരണഗതിയിലുള്ള പ്രവർത്തനത്തെ ബാധിക്കാൻ പറ്റുന്ന സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്, അതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും, കമ്പ്യൂട്ടർ കണ്ടാമിനൻ്റ് എന്ന് പറയാൻ പറ്റും. കാര്യം സെക്ഷൻ 43 കൃത്യമായിട്ട് പറയുന്നുണ്ട്, എന്ത് ചെയ്യുന്നു, കമ്പ്യൂട്ടർ കണ്ടാമിനൻറ്റുകളോ വൈറസുകളോ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കാരണം
എന്ത് ചെയ്യുന്നു, നമുക്ക് എന്തെങ്കിലും ഡാമേജസ് ഉണ്ടാവുകയാണെങ്കിൽ അതിന് കോമ്പൻസേഷൻ കൊടുക്കാനായിട്ട് ആര് ലയബിളാണ്, അത് ഉണ്ടാക്കുന്ന വ്യക്തി ലയബിളാണ് അല്ലേ. അപ്പോൾ കൃത്യമായിട്ട് എന്ത് വേണം, നമുക്ക് കമ്പ്യൂട്ടർ കണ്ടാമിനൻറ്റിന് എന്ത് വേണം, ഒരു ഡെഫിനിഷൻ നമുക്ക് വേണം. എന്താണ് കമ്പ്യൂട്ടർ കണ്ടാമിനൻ്റ് എന്ന് ചോദിച്ചാൽ എന്താണ്, അത് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്. എന്തിനുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ്, ഒന്നുകിൽ ഡേറ്റാസ് ഈ പറയുന്ന കൂട്ട് അൺഓതറൈസ്ഡ് ആയിട്ട് കോപ്പി ചെയ്യാനോ എക്സ്ട്രാക്ട് ചെയ്യാനോ ട്രാൻസ്ഫർ ചെയ്യാനോ ഒക്കെ ഉപയോഗിക്കുന്ന സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ കമ്പ്യൂട്ടർ കണ്ടാമിനൻ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്താണ്, നോർമലായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുന്ന തരത്തിലുള്ള സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും, കമ്പ്യൂട്ടർ കണ്ടാമിനൻ്റ് എന്ന് നമുക്ക് പറയാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ അല്ലേ, ക്ലിയർ ആണോ, മനസ്സിലായോ, പക്ക ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ. അപ്പോൾ കൃത്യമായിട്ട് എന്താണ് കമ്പ്യൂട്ടർ കണ്ടാമിനൻ്റ് എന്ന് എവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, നമ്മുടെ IT ആക്ടിലെ സെക്ഷൻ 43 പറയുന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കാം എന്താണ് കമ്പ്യൂട്ടർ കണ്ടാമിനൻ്റ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം എന്താ, നിർദ്ദേശങ്ങളുടെ സെറ്റാണ് അല്ലേ. ഈ പറയുന്ന ഡേറ്റാസിനെ മോഡിഫൈ ചെയ്യാനുള്ള നിർദ്ദേശങ്ങളുടെ സെറ്റ്, അല്ലെന്നുണ്ടെങ്കിൽ എന്താണ്, കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനത്തെ എന്ത് ചെയ്യുന്നു, ഉസ്രൂപ്പ് ചെയ്യുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നോർമലായിട്ടുള്ള ഓപ്പറേഷനെ ബാധിക്കുന്ന തരത്തിലുള്ള സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും, കമ്പ്യൂട്ടർ കണ്ടാമിനൻ്റ് എന്ന് നമുക്ക് പറയാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, അതേ കൂട്ട് പിന്നെ നമ്മോട് ചോദിക്കുക എന്താണ്, ഈ പറയുന്ന കമ്പ്യൂട്ടർ കണ്ടാമിനൻ്റോ അല്ലെങ്കിൽ വൈറസുകളോ കമ്പ്യൂട്ടറിലേക്ക് എന്ത് ചെയ്യുന്നു, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അതുവഴി ഡാമേജ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള കോമ്പൻസേഷനെ കുറിച്ച് പറയുന്നത് ഏതെന്ന് ചോദിച്ചാലും ഏതാണ്, ഈ പറയുന്ന സെക്ഷൻ 43 തന്നെയാണ്. ഓക്കെ ആണോ, ഇത്രയും കാര്യങ്ങൾ സെറ്റല്ലേ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞേ, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്, സെക്ഷൻ 43ൻ്റെ ബേസിക് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. എന്താണ്, കമ്പ്യൂട്ടർ സിസ്റ്റം മുതലായവയ്ക്ക് എന്തുണ്ടാക്കുന്നു, കേടുപാടുകൾ വരുത്തിയാലുള്ളതിനെ കുറിച്ചാണ് സെക്ഷൻ 43 പറയുന്നത് അല്ലേ. ഒന്നുകൂടെ ഡീപ്പറിലേക്ക് പോയപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ്, ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് അതിൻ്റെ ചുമതലയുള്ള വ്യക്തിയുടെ പെർമിഷൻ ഇല്ലാതെ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഉടമയുടെ പെർമിഷൻ ഇല്ലാതെ എന്ത് ചെയ്യുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു, അൺഓതറൈസ്ഡ് ആയിട്ട് ആക്സസ് നടത്തുന്നു, അല്ലെങ്കിൽ അൺഓതറൈസ്ഡ് ആയിട്ട് നമ്മൾ ഡേറ്റ ഹാൻഡിൽ ചെയ്യുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, കമ്പ്യൂട്ടർ കണ്ടാമിനൻറ്റുകളോ കമ്പ്യൂട്ടർ വൈറസുകളോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ഒരു ഇൻട്രൊഡക്ഷൻ കാരണം എന്ത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രവർത്തികൾ കാരണം എന്തെങ്കിലും ഡാമേജ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആ ഡാമേജിന് കോമ്പൻസേഷൻ ഉണ്ടായിരിക്കും എന്നാണ് സെക്ഷൻ 43 പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് തൽക്കാലം നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറയാം. കാരണം സെക്ഷൻ 43 എന്ത് ചെയ്തിട്ടുണ്ട്, കുറേ സബ് ക്ലോസുകളുണ്ട്. അതിൽ 3 സബ് ക്ലോസ് വരെയുള്ളത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ബാക്കി എന്തൊക്കെ സബ് ക്ലോസ് ആണ് എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നല്ല നല്ല കമൻസൊക്കെ തരുക. ഓക്കെ, നിങ്ങളുടെ കമൻസാണ് എൻ്റെ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇനി കുറച്ചും കൂടെ എന്താണ് നല്ല രീതിക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലെക്ചേഴ്സ് ഡെലിവർ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഈ ക്ലാസ്സിൻ്റെ നോട്ട്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോയുടെ താഴെ എന്തുകൊണ്ട് ടെലിഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോട്ട്സ് നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്, എന്താണ് IT ആക്ട് എന്ന് നമ്മൾ പഠിച്ചു, IT ആക്ടിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. ദെൻ IT ആക്ടോട് ബന്ധപ്പെട്ട ബേസിക് കാര്യങ്ങൾ, യൂണിസിറ്റൽ മോഡൽ, ദെൻ 9 ജൂൺ 2000, ദെൻ 17 ഒക്ടോബർ 2000, പിന്നെ എന്താണ് 27 ഒക്ടോബർ 2009 എന്നീ ഡേറ്റുകൾ നമ്മൾ പഠിച്ചു. പിന്നെ അതിനുശേഷം നമ്മൾ എന്തിലേക്ക് വന്നു, സെക്ഷൻ 43 വന്നു. അതിനകത്ത് എന്ത് ചെയ്യുന്നു, അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്സസ് മൂലം അല്ലെങ്കിൽ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഡേറ്റ ഹാൻഡ്ലിംഗ് മൂലം അല്ലെങ്കിൽ എന്താണ് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ വൈറസുകളുടെ ഇൻട്രൊഡക്ഷൻ മൂലം എന്ത് സംഭവിക്കുന്നു, ഇത്തരത്തിലുള്ള ഡേറ്റാസിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള കോമ്പൻസേഷനെ കുറിച്ചാണ് സെക്ഷൻ 43 പറയുന്നത്. ഇനിയും എന്തുണ്ട്, കുറേ പ്രൊവിഷൻസും കൊണ്ട് സെക്ഷൻ 43 പറയുന്നുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ലെക്ചറിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു, ബൈ. അപ്പോൾ എന്ത് ചെയ്യുക, ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ മറക്കല്ല്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.